ഖുർആൻ ആസ്വാദനം. ഖുർആൻ ആസ്വാദനം ഒന്നാം അധ്യായം. സൂറത്തുൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ആയത്ത്. അർത്ഥം: അല്ലാഹുവിൻ്റെ നാമത്തിൽ, പരമകാരുണികൻ കരുണാനിധി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പ്രധാനമായും അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റ എന്ന് പറയുമ്പോൾ തഫ്ഖീമോടുകൂടെ, സ്വരഭാരത്തോടുകൂടെ വായ നിറച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് റ. ഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവണമെങ്കിൽ ഹൽക്കിൽ നിന്ന് ശരിയായ സ്ഥലത്ത് നിന്ന് ഉച്ചരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനം മദ്ദു ആരിദ് അല്പം നീട്ടിക്കൊണ്ടാണ് മീം എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ചുണ്ടുകൾ അടയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റഹീം എന്ന് ചുണ്ട് അടയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആസ്വാദനം. ഖുർആനിലെ സൂറത്തു തൗബ ഒഴിച്ചുള്ള 113 സൂറത്തുകളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത്. സൂറത്തു നംലിൽ തുടക്കത്തിലുള്ള ബിസ്മിക്ക് പുറമെ 30-ാം വചനത്തിൽ ആ വചനത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നുണ്ട്. സൂറത്തുകളിൽ ആരംഭത്തിലുള്ള ബിസ്മില്ല ഖുർആനിൽപ്പെട്ടതാണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഖുർആൻ പാരായണം തുടങ്ങുമ്പോഴും സൂറത്തുകളുടെ ആരംഭത്തിലും സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ വിശേഷിച്ചും ബിസ്മി ചൊല്ലൽ ആവശ്യമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിച്ച ആദ്യത്തെ ഖുർആൻ വചനം തന്നെ നീ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്നായിരുന്നുവല്ലോ. ഖുർആൻ പാരായണം മാത്രമല്ല, നല്ലതും വേണ്ടപ്പെട്ടതുമായ ഏതൊരു കാര്യവും തുടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. പ്രധാന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക എന്ന പതിവ് പൂർവ്വ പ്രവാചകന്മാർ മുതൽക്കേയുള്ള നടപടിയാണെന്ന് ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ നാമവും അവൻ്റെ കൃപാകടാക്ഷവും ഓർത്തും ഉച്ചരിച്ചും കൊണ്ടുള്ള ശുഭസൂചകമായ തുടക്കം അതിൻ്റെ പര്യവസാനം ശുഭകരമായി തീരുവാനും അത്യന്താപേക്ഷിതമാവുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൂടാതെ ചെയ്യുന്ന സൽക്കാര്യങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്കോ പ്രതിഫലത്തിനോ ഒരാളെ അർഹനാക്കുകയില്ല എന്നതാണ് സത്യം. നമസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ചൊല്ലുന്നതോ പതുക്കെ ചൊല്ലുന്നതോ നല്ലത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും പതുക്കെയായിരുന്നു ബിസ്മി ചൊല്ലിയിരുന്നത് എന്ന് ഇമാം ബുഖാരി അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ബിസ്മി മെല്ലെ ചൊല്ലുന്നതാണ് ഉത്തമമെന്നാണ് ഇമാമുമാരായ അബൂ ഹനീഫയും അഹ്മദുമെല്ലാം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇമാം ഷാഫി റഹ്മഹുല്ലായുടെ അഭിപ്രായം മറിച്ചാണ്. എങ്ങനെ ചൊല്ലിയാലും അതുവഴി നമസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. എങ്കിലും പതുക്കെ ചൊല്ലുന്നതാണ് നബിചര്യയോട് ചേർന്ന് നിൽക്കുന്നത് എന്നതിനാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ സകലവിധ പ്രതിഭാസങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനും സംഹാരകനുമായ ഏകാസ്തിത്വത്തിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. മലയാളത്തിൽ ദൈവമെന്നും ഇംഗ്ലീഷിൽ ഗോഡെന്നും ഉറുദുവിൽ ഖുദ എന്നും പറയുമ്പോഴുണ്ടാവുന്ന അർത്ഥകൽപ്പനയിലുള്ള അറബി പദമല്ല അല്ലാഹു. ദൈവം, ഗോഡ്, ഖുദ തുടങ്ങിയ പദങ്ങൾക്ക് ആരാധിക്കപ്പെടുന്നത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവയ്ക്ക് തത്തുല്യമായ അറബി പദമാണ് ഇലാഹ്. ആരാധിക്കപ്പെടുന്ന ആരെയും ഇലാഹുകൾ എന്ന് വിളിക്കാം. ഇലാഹ് എന്ന പൊതുനാമത്തെ അൽ എന്ന അവ്യയം ചേർത്ത് വിശേഷവൽക്കരിച്ചതാണ് അല്ലാഹു എന്ന പദമെന്നാണ് പദോൽപത്തി ശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു എന്നാൽ അൽ ഇലാഹ് എന്നാണ് അർത്ഥം. ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ളവനെന്നോ സാക്ഷാൽ ദൈവമെന്നോ അൽ ഇലാഹിന് അർത്ഥം പറയാവുന്നതാണ്. യഥാർത്ഥ ദൈവത്തിനുള്ള സംജ്ഞാനാമമെന്ന നിലയ്ക്കാണ് ഖുർആൻ അള്ളാഹുവെന്ന്
ഉപയോഗിച്ചിരിക്കുന്നത്. സത്യദൈവത്തെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവെന്ന് പരിചയപ്പെടുത്തുന്നത്. ലിംഗഭേദങ്ങളോ ബഹുവചനമോ ഇല്ലാത്ത പദമാണ് അള്ളാഹു. നിരവധി ദൈവനാമങ്ങൾ ഖുർആനിലുണ്ട്. അത്യുന്നതൻ്റെ ഗുണവിശേഷങ്ങളെ കുറിക്കുന്നവയാണ് ആ നാമങ്ങളെല്ലാം. എന്നാൽ പ്രപഞ്ചനാഥൻ്റെ യഥാർത്ഥ നാമമായിക്കൊണ്ടാണ് അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവെന്ന പദത്തിന് തുല്യമായി മറ്റ് ഭാഷകളിൽ ഒന്നും തന്നെ ഒറ്റവാക്കുകളില്ലെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന അർത്ഥത്തിലാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ദൈവം എന്ന അർത്ഥത്തിലല്ല ഖുർആൻ അള്ളാഹുവെന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അവസാനത്തെ വേദഗ്രന്ഥം ആരംഭിക്കുന്നത് ദൈവനാമത്തിലാണ്, യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ നാമത്തിൽ. അർ റഹ്മാൻ, അർ റഹീം എന്നീ ദൈവിക നാമങ്ങളെക്കുറിച്ച് 3-ാമത്തെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്.